നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധത്തെ എങ്ങനെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള സത്യമാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു പ്രണയബന്ധത്തിൽ വളരെയധികം മുന്നോട്ട് വരുവാനും പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ ഈ പേഴ്സൺ കഴിയുന്നത്രയും ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും വെച്ച് പുലർത്തുവാനോ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും തന്നെയാണ്. ഇത് ചില കാരണത്താൽ ഈ വ്യക്തിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് ഒരിക്കലും ഈ വ്യക്തിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും അല്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തന്നെയാണ് നിങ്ങളിൽ നിന്നും പല കാരണത്താലും അകന്നു മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്രമേൽ പ്രാധാന്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ പലവരും ഇരട്ട ജ്വാലകളായി നമുക്കിവിടെ കാണാം. എല്ലാ ബന്ധവുമല്ല, ഇതൊരു ജനറൽ വായന ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ശരിയാകണമെന്നില്ല. പക്ഷെങ്കിൽ പോലും ഏതാനും ചില വ്യക്തികൾ അവരുടെ ആത്മീയപരമായിട്ടുള്ള കരാറിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഇരട്ട ജ്വാലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ട്വിൻ ഫ്ലെയിം ഊർജം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ വായനയിൽ ലഭ്യമാകുന്നുണ്ട്. ഈ വ്യക്തി പുതിയ തീരുമാനങ്ങളിലേക്ക് പോകുമെങ്കിൽ പോലും അവിടെയെല്ലാം ഭയം ഈ വ്യക്തിയെ കാർന്നു തിന്നുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറി താമസിക്കുവാനും വേറെ സ്ഥലത്തേക്ക് പോകുവാനുമൊക്കെയാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിക്കുന്നത്. അത് വേറൊന്നുമായിട്ടല്ല, മനസ്സിനെ ഒന്ന് പുതുക്കിയെടുക്കുവാനും മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ മറ്റാർക്കും ഈ വ്യക്തിയെ അങ്ങനെ അങ്ങോട്ട് കീഴ്പ്പെടുത്താനാകില്ല. അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിട്ടല്ല ഇന്നത്തെ വായനയിലൂടെ ഈ വ്യക്തിയുടെ ഊർജം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സൺ എത്രമാത്രം തകിടം മറിഞ്ഞ് താഴേക്ക് വീണു പോയാലും താഴ്ന്നു പോയാലും പൂർവാധികം ശക്തിയോടുകൂടി സ്വന്തമായി തന്നെ എങ്ങനെയൊക്കെ രക്ഷിക്കപ്പെടാം എന്നുള്ള രീതിയിൽ വഴികൾ സ്വന്തമായി തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ അത്തരം ഒരു കഴിവുള്ള വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പേഴ്സണെ മറ്റാർക്കും എന്നേക്കുമായി പരാജയപ്പെടുത്തുവാനോ കീഴ്പ്പെടുത്തുവാനോ സാധിക്കുകയില്ല. അതുമാത്രമല്ല, എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ആർക്കേഞ്ചൽ മാലാഖയുടെ, അതായത് മെറ്റട്രോൺ മാലാഖയുടെ സാന്നിധ്യം തന്നെയാണ്. അപ്പോൾ ഈ മാലാഖ തീർച്ചയായിട്ടും ഒരു നിലനിൽപ്പിനെയും സംരക്ഷണത്തെയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു മാലാഖ തന്നെയാണ്. അതുകൊണ്ട് ഉറപ്പായും നല്ല രീതിയിൽ തന്നെ ഇവിടെ ഈ വ്യക്തിക്ക് ഒരു നിലനിൽപ്പും സംരക്ഷണവും അധികം വൈകാതെ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി കാണാൻ സാധിക്കുന്നത്, ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നതും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആത്മീയപരമായിട്ടുള്ള തലങ്ങളിലേക്കുള്ള യാത്രയാണ്. ഈ വ്യക്തിയുടെ ആത്മാവ് നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിന് തയ്യാറാകുന്നു, താല്പര്യപ്പെടുന്നു. മാലാഖമാർ പറയുകയാണെങ്കിൽ പോലും യെസ് എന്ന് പറയുന്ന കാർഡും ടേക്ക് ആക്ഷൻ, പുതിയ തീരുമാനങ്ങൾ എടുത്തോളൂ, യാതൊരു തരത്തിലും മാറി നിൽക്കേണ്ട ആവശ്യമില്ല, പുതിയ തീരുമാനങ്ങളും എല്ലാം എടുത്തോളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്
മറ്റു പലവരിൽ നിന്നും, അതായത് ഈ വ്യക്തിക്ക് അത്ര പോസിറ്റീവ് അല്ല എന്ന് തോന്നിയിട്ടുള്ള മറ്റു പലവരിൽ നിന്നും ഈ വ്യക്തി മാറി നിൽക്കുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ യാതൊരു കാരണവശാലും ഈ വ്യക്തി പഴയ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ പോവുകയില്ല. ഈ വ്യക്തി ചില തീരുമാനങ്ങൾ എടുത്താൽ എടുത്തതുപോലെ തന്നെയാണ്. അതിനെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഏതറ്റം വരെയും ഈ വ്യക്തി പോകാൻ തയ്യാറാകും. എന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി സമാധാനപരമായിട്ടുള്ള രീതിയിൽ പോകുവാനും കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയത്ത് പ്രാധാന്യം കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ പ്രാധാന്യം തരുന്നില്ല എന്നുള്ളത്. അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം തന്നെയുണ്ട്. അതിപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അത് ഈ പ്രണയബന്ധത്തെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അകന്നു നിൽക്കുക എന്നുള്ളത് ഒരിക്കലും ഉപേക്ഷിച്ച് മാറി നിൽക്കുക എന്നുള്ളതല്ല. കുറച്ചു നാളത്തേക്ക് ഈ പ്രണയബന്ധം നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഏറ്റവും ഇവിടെ പോസിറ്റീവായി പറയുകയാണെങ്കിൽ മാലാഖമാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ ഈ പ്രണയബന്ധത്തെ മുന്നോട്ട് വെച്ച് പുലർത്തുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഈ പ്രണയബന്ധത്തെ അത്രമേൽ നന്നായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ടാകാം ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അത് ഈ വ്യക്തിയെയും പലപ്പോഴും ചോദ്യചിഹ്നത്തിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇവിടെ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു തക്കതായിട്ടുള്ള കാരണവുമുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആത്മീയപരമായിട്ടുള്ള യാത്ര തന്നെയാണ്, ആത്മീയ തലത്തിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് ഈ പ്രണയബന്ധത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് വന്നു ചേർന്നതല്ല. ജന്മജന്മാന്തരങ്ങളായിട്ടും ഈ ജന്മത്തിലും പൂർവ്വജന്മത്തിലും ഒക്കെയും നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാക്കൾ ഒരുമിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാക്കൾക്ക് സഞ്ചരിക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് ജന്മജന്മാന്തരങ്ങളായി ഒരുമിച്ചിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ ഇരുവരും. ചിലപ്പോൾ സ്ത്രീ പുരുഷനായിട്ടുണ്ടാകാം, പുരുഷൻ സ്ത്രീ ആയിട്ടുണ്ടാകാം. അതുപോലെ സാഹചര്യങ്ങളിലോ ജീവനിലോ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകാം. അതായത് ഒരു പക്ഷെ മനുഷ്യൻ തന്നെ ആയിരിക്കണമെന്നില്ല, മറ്റേതെങ്കിലും ജീവനുള്ള വസ്തുക്കളും ആകാം. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ വളരെയധികം അതിശയിപ്പിച്ചേക്കാം, നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ നിങ്ങൾ എവിടെ പോയാലും ഈ വ്യക്തി നിങ്ങളുടെ പുറകെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നില്ല എങ്കിൽ ഈ ഒരു കാരണം തന്നെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രണയബന്ധത്തെ ഈ വ്യക്തി നോക്കിക്കാണുന്നത് അത്രയും അധികം പരിപാവനമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ്. ഒരിക്കലും ഇതിൽ നിന്ന് മാറി ചിന്തിക്കുവാനോ വേറെ ട്രാക്കിലേക്ക് പോകുവാനോ വേറെ രീതിയിലേക്ക് പോകുവാനോ മറ്റാരിലേക്കും കീഴടങ്ങുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ വ്യക്തിക്കറിയാം നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്ന ആ ഒരു നിമിഷം ഈ വ്യക്തിയുടെ ജീവിതം വെറുതെയായി പോകും എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.